റിട്ടയർഡ് ആയിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിചയപ്പെടാം. അതേസമയം റിട്ടയർഡ് ആണെങ്കിലും അവരിപ്പോഴും സജീവമാണ്. അപ്പോൾ അതിലൊരാളെ നമുക്ക് പരിചയം. 2 തവണ ദേശീയ അവാർഡ്. On behalf of the Kerala State Police Pension Welfare Association, we welcome you to this event. ഓക്കെ, സന്തോഷം. ഇങ്ങനെ ആൾക്കാർക്ക് അറിയാത്തവർക്ക് ചോദിക്കാം. മുഴുവൻ പേര് Martin K. Matthew. ഇപ്പോഴും അങ്ങ് റിട്ടയർ ചെയ്തെങ്കിലും ആൾക്കാർക്ക് ആ ഒരു ഫീൽ ഇല്ല. But not tired. നോട്ട് ടയർഡ് അല്ലേ? റിട്ടയർ ചെയ്താൽ വീണ്ടും ഇറങ്ങാം അല്ലേ? ലംബോദരൻ നായർ സാറാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. മാത്രമല്ല വിജയകുമാർ പറയാ ഇറങ്ങി കണ്ടപ്പോ തന്നെ അങ്ങയുടെ കുട്ടിക്കാല വിനോദത്തിലെ ചില പടങ്ങളൊക്കെ അവിടെ കയ്യിലുണ്ട്. അതെ. അതുകൊണ്ടാണ് പലരും ജയിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഇപ്പോഴും ഒരു വലിയ നേതാവായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പിന്നെ അത് തീർച്ചയായിട്ടും. അങ്ങ് ഇങ്ങനെ വേറെ ആരെങ്കിലും സേവിച്ചിട്ടുണ്ടോ? സാറേ പലരും സേവിച്ചിട്ടുണ്ട്. കാര്യം അവരെയൊക്കെ നേതാവാക്കാൻ വേണ്ടി ചിലർ മാത്രമേ ഉള്ളൂ. ഞാനേ സാർ 2 നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞെങ്കിൽ ഒരെണ്ണത്തിൽ ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ആളാണ്. അതായത് അല്ല 96-ലെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ പിടിക്കുകയും പിടിച്ച കേസുകൾ മുഴുവൻ ശിക്ഷിക്കുകയും ചെയ്തതിന് നാഷണൽ അവാർഡ് മേടിച്ച ഒരാളാണ് ഞാൻ. ഒരു കേസ് 22 വർഷം ശിക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ 3 വർഷമായിരുന്നു. ഇതിലുള്ള ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഇതിനെ നിരുത്സാഹപ്പെടുത്താനും കാര്യം ഇതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നമ്മളൊരു കലമെടുത്തിട്ട് അതിൻ്റെ അകത്തൊരു തുളയുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാൻ നിൽക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഈ നിയമത്തിൽ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നിൽക്കില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 1985 നവംബർ 14-ാം തീയതിയാണ് പാർലമെന്റിൽ ഈ NDPS ആക്ട് പാസ്സായത്. അതിന്റെ എല്ലാം പല്ലും നഖവും രോമം വരെ പിയേഴ്സിംഗ് ആയിരുന്നു. അപ്പോൾ അതിന്റെ കാര്യം വെച്ചാൽ ഓൾ കോഗ്നിസബിൾ നോൺ ബെയിലബിൾ ട്രൈഡ് ബൈ കോർട്ട് ഓഫ് സെഷൻസ് നോ പരോൾ നത്തിങ്. അതുകൊണ്ട് വേറെ ഒരു കുഴപ്പമില്ലായിരുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയി. 2001 ഇതിന്റെ അമെന്റ്മെന്റ് വരുത്തി. അതിലാണ് ഈ സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി പഠിക്കാൻ പറ്റുന്നില്ല. അവൻ 900 ഗ്രാമം കൊണ്ടുവച്ച് പോലീസുകാരനെ വെല്ലുവിളിക്കാൻ, കാരണം ബെയിലബിൾ ആണ്. അപ്പൊ ഇത് 1985 രീതിയിൽ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങള് അങ്ങോട്ട് പറയണ്ടേ, കുറെ ജില്ലകൾ ഞങ്ങൾ കടന്നു ഈ യാത്ര. അപ്പൊ ആദ്യം തിരുവനന്തപുരം ജില്ലയെ കടന്നപ്പോൾ നമുക്ക് തോന്നി ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില വഴിയോരങ്ങളിലൊക്കെ ഉള്ള കേസുകളാണ്. എന്നാൽ ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് എത്തി. കൊല്ലം കഴിഞ്ഞ് പത്തനംതിട്ട എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി വലിയ അപകടമാണ്. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ചെറിയ കുട്ടികൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും MDMA താല്പര്യമുണ്ട്. ക്യാമ്പസുകൾക്ക് ചുറ്റും ഈ അപരിചിതർ നടക്കുന്നുണ്ട്. പെൺകുട്ടികൾ നന്നായിട്ടുണ്ട് ഇതിൽ. ഭയങ്കര ക്ലാസ്സുകൾ 20 മിനിറ്റ് പെൺകുട്ടികൾ ഇരിക്കാൻ പറ്റും. ചില കോളേജിലെ പ്രിൻസിപ്പൽമാർ പറയുന്നത് 20 മിനിറ്റ് ആകുമ്പോഴത്തേനും അവർക്ക് അങ്ങ് ആകെ പ്രശ്നം, ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പൊ അങ്ങ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഈ നമ്മുടെ നിയമങ്ങളെല്ലാം ഇങ്ങനെ ദുർബലമായിട്ടുണ്ട്. അല്ല അതുപോലെ ഇതിനിപ്പോ എന്താ ചെയ്യുക? ഇപ്പൊ ഇദ്ദേഹം തിരുവനന്തപുരത്ത് മടങ്ങി ചെല്ലുമ്പോൾ ഏതായാലും മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ വിളിക്കും, കാണും. അപ്പോഴേ ഈ 1980 കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യും. കാര്യം അങ്ങേക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങേ പരിചയമുണ്ട്. അല്ല ചെറിയ പരിചയമുണ്ട്, നല്ല പരിചയമാണ്. അല്ല ഇദ്ദേഹം ഇത് പറയണം, 1985 ഈ ആക്ട് പാർലമെന്റിൽ എങ്ങനെ പാസ്സാക്കിയോ അതുപോലെ അമെന്റ്മെന്റുകൾ ക്യാൻസൽ ചെയ്ത് അതുപോലെ കൊണ്ടുവന്നാൽ ഒറ്റ മാസത്തിനകം കേരളത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇതിന് ഒരു മുഖ്യമന്ത്രിയോട് ഏത് പറയാം. ഒരു സ്വകാര്യം കൂടി ചോദിക്കട്ടെ, ഞങ്ങളുടെ വ്യവസായ മന്ത്രി P. രാജുവിനെ ഇടയ്ക്കാണ് കണ്ടിട്ടുണ്ടോ? ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ എങ്ങനെയായിരുന്നു റെസ്പോൺസ്? എപ്പോഴും വളരെ സന്തോഷം. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങ് മർദ്ദിച്ചിടിച്ച് അവശനാക്കി കീറി ഉടുപ്പിടിപ്പിച്ച് അതിന്റെ കാര്യം ഞാൻ അദ്ദേഹത്തെ മർദ്ദിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേപ്പിച്ച് കൂടുതൽ മർദ്ദനം കിട്ടാതിരിക്കാൻ കൊണ്ടുപോയതാണ്. സഹായിച്ചാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ സഹായിക്കുന്നു. ഓൾ ഫോട്ടോസ് ആർ കറക്റ്റ് ബട്ട് നോട്ട് ദ ട്രൂത്ത്. അതാണ് എന്റെ കാര്യം. ശരിക്കും ആ ഫോട്ടോയിലുള്ള അപകടം എന്താ? അങ്ങ് യഥാർത്ഥത്തിൽ പാറിപ്പറഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് പോകുന്ന P. രാജീവിന്റെ ചിത്രമുണ്ട്. ഒരുതരം രക്ഷാപ്രവർത്തനമായിരുന്നു അതല്ലേ? അല്ല സത്യത്തിൽ അതേ ഇതേപോലെയുള്ള പോലീസ് ഓഫീസേഴ്സ് നമുക്ക് ആവശ്യം അല്ലേ? താങ്ക് യു സാർ. ആ പടം രാജീവ് കാണുമ്പോൾ വളരെ സ്നേഹമായിട്ട് തന്നെ, വളരെ സ്നേഹമാണ്. അതെ. ഓക്കെ. ആ ചിത്രം പക്ഷേ എക്കാലത്തും പത്രങ്ങളുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു. 2 മിനിറ്റുള്ള ഒരു മാജിക് കാണിക്കാം. 2 മിനിറ്റ്. മാജിക്കും തുടങ്ങിയോ? അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ടാണ് രാവിലെ എന്നോട് പറഞ്ഞിരുന്നു. പ്രാവീണ്യം നേടിയ ആളാണല്ലോ. പിന്നെ ഓക്കെ. ഇത് ലഹരി വിരുദ്ധ സന്ദേശമായിരിക്കും. ലഹരി വിരുദ്ധ സന്ദേശമാണ്. ഇത് ലഹരി ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ വളരെ ക്ലിയർ. ഈ ലഹരി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയായിട്ട് മാറും. അതാണ് അല്ലെ? അതൊന്നും കാണിച്ചോ. മാത്രമേ പരസ്യം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇത് നമുക്കിനി വേണ്ട. ഇതെല്ലാം കൂടി പറിച്ചെടുത്തിട്ട് നമുക്കേ ലൈറ്റർ കൊണ്ട് കത്തിക്കാം. ഇതാണ് നമുക്ക് ഇനി ആവശ്യം.
ഈ ലഹരി വിരുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെല്ലാം ഇതുപോലെ പാറിപ്പറക്കുന്ന മനുഷ്യരായിട്ട് മാറും. അതെ 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 അതെ. ഇങ്ങനെ ആകട്ടെ നമ്മുടെ വരും തലമുറ. അതാണ് നല്ല കാര്യം. സന്തോഷം. താങ്ക് യു. ഓക്കെ ഓക്കെ. അങ്ങനെ ഇനിയും കാണാം. കാണേണ്ടി വരും. ഓക്കെ. പക്ഷേ ഈ കാര്യം ഇദ്ദേഹം പറയാൻ മറക്കരുത്. ഈ രാജുവിനെ കണ്ടായിരുന്നു. അല്ല, രാജീവല്ല, നിയമത്തിന്റെ അല്ല, അത് പറയും. മാത്രമല്ല നമ്മുടെ ഒരു റിസർച്ച് വിങ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ റിസർച്ച് വിങ് ഒരു വിഷയം ഞങ്ങൾ തള്ളുവല്ല, അങ്ങനെ വിചാരിക്കരുത്. കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിരിക്കും അത്. മാത്രമല്ല അതിനകത്ത് ഒളിത്താവളങ്ങളെ കുറിച്ചും ഉള്ളവിടങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടതും ചില ഭീകരന്മാരും പൊതുപ്രവർത്തകരെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അവന്റെ പേര് വിവരങ്ങൾ കാണും. ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് പോലെ അതിന് കൊടുക്കും. ആ ഡോക്യുമെന്റ് നമ്മൾ പരസ്യപ്പെടുത്തില്ല. അത് ആഭ്യന്തര വകുപ്പിന് ഉപയോഗിക്കാനാണ്. വെളിപ്പെടുത്താൻ പറ്റുന്നതൊക്കെ നമ്മൾ വെളിപ്പെടുത്തും. അത് നമ്മൾ യാത്ര അവസാനിപ്പിക്കുന്ന ഏപ്രിൽ 20 15 ദിവസം കൊടുത്തിരിക്കും. അപ്പൊ അങ്ങയുടെ കാര്യം ഞങ്ങൾ പ്രത്യേകിച്ചും പറയും. കാരണം ആ മന്ത്രിസഭ ചർച്ച ചെയ്താലേ എല്ലാവർക്കും അങ്ങനെ അറിയാം. അല്ലല്ല, അങ്ങ് പറഞ്ഞാണെന്ന് പറയും. പറയണമല്ലോ, അനുഭവസ്ഥനല്ലേ അങ്ങ്. എന്റെ പേര് ഡോക്ടർ ജോൺ മാമ്പിള്ളി. നേരത്തെ അതേ പേരല്ലേ? അതെ, അത് തന്നെയാണ്. ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ സൂപ്രണ്ട് സാറ് മാർട്ടിൻ സാർ ഞങ്ങളുടെ അസോസിയേഷനിലെ ഒരു മെമ്പറാണ്. അത് പറയാനാണോ? ഞാൻ ഓൾ കേരള പ്രൊഫഷണൽ മജീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ആനിവേഴ്സറി. ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോ? എന്തോ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? നല്ല കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്ന സാറിന്റെ ഈ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾക്ക് അല്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മാജിക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു റോഡ് ഷോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ അവസാനിപ്പിച്ചിട്ട് മതി. ഇല്ല, അല്ലെ 2 റോഡ് ഷോ ഉടനെ ഇല്ല. അല്ല, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം നടത്തിക്കോളൂ. കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ഇറങ്ങണം. അത് കാരണം ഇത് ചെറിയ സംഭവമല്ല. നമ്മൾ ഉദ്ദേശിച്ച വലിയ വലിയ വിപത്താണ്. നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ഇറങ്ങിയടക്കാൻ പറ്റാത്ത കൊച്ചു വിച്ചാത്തിയായിട്ട് വരുന്ന പിള്ളേരെ കാണ്ടി വരും. അതൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ റെഡിയാക്കും. ഓക്കെ, നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ വിജയ, എന്തൊക്കെയാ മാം? എന്തോ അയ്യോ, മാമിന്റെ മേളിലങ്ങ് വീട്. എന്റെ പേര് ആലിസ് ബാബു, ഇത് ഹസ്ബൻഡ്. നടപ്പുകാരായ കുട്ടികളെ പ്രത്യേക താല്പര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് ജനറേഷൻ മുഴുവൻ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാ. ഈ ആക്ടിവിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനവും. പ്രതികള്, പിന്നെ പ്രവർത്തകര് ഇന്ന് പിടിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്നു. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതണം. കാലത്ത് ഇത്തരം മയക്കുമരുന്നുകളില്ല, ഇത്രയും ആഭാസ തരങ്ങളില്ലാത്ത കാലത്ത് എഴുതിയുണ്ടാക്കിയ നിയമങ്ങൾ കാലത്തിന് അനുസൃതമായിട്ട് മാറ്റി എഴുതുക. അത് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. വാർത്ത കാണുമ്പോൾ ടി വി തല്ലി പൊളിക്കാനാ തോന്നുന്നു. ടിവിയില് വാർത്ത കാണുമ്പോൾ തല്ലി പൊളിക്കാനാ തോന്നുന്നു. ടി വി എന്താ ചെയ്യാ? അത് കൂടെ അല്ലേ നമ്മളിത് അറിയുന്നത്. 18 പ്രാവശ്യം മറ്റേ പ്രതിയായിട്ടുള്ള ആള് പിന്നെ 19ാമത്തെ പ്രാവശ്യം പിടിക്കണം. എങ്ങനെ ഇറങ്ങി വരുന്നത്? മുൻ പ്രതിയായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാത്ത ഏതെങ്കിലും കൾപ്രിറ്റിനെ പിടിക്കുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മുൻപ്രതികളെ ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ നടക്കട്ടെ, നിങ്ങൾ നടപ്പ് തുടരട്ടെ. കേരളോർമ്മ. അല്ല, ഞാൻ ശ്രീകൃഷ്ണ. അടുത്തടുത്ത. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഓർക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങളൊരു ആദരിക്കുകയാണ്. ഞങ്ങളൊരു വലിയ വാർത്താ സംഘം തന്നെയുണ്ട്. 10-25 ആൾക്കാർ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഇനി ആരെ കാണത്തില്ല. ഇവിടെ ഒരു വിധമുള്ളവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. വളരെ നല്ലൊരു പരിപാടിയാണിത്. വളരെ ജനങ്ങൾ വളരെയധികം സ്വീകരിക്കുന്ന ഒരു പരിപാടിയും വളരെ നല്ലൊരു പരിപാടി. ഇത് ജനങ്ങളെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മീഡിയ ഇത്തരത്തിലുള്ള മാധ്യമക്കാരങ്ങനെ ഇറങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും എഫേർട്ടിൽ നിൽക്കുന്ന ആ ഒരു എഫേർട്ടിനെ 100% ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അടപ്പ് വെച്ചിരിക്കുക. ഓക്കെ, നല്ല വിശേഷം. ഓക്കെ അല്ലേ? നിങ്ങളുടെ ഒരു സഹായമൊക്കെ നമുക്ക് വേണം. തീർച്ചയായിട്ടും. എന്തായാലും അഭിപ്രായം എങ്ങനെയാ? ഞങ്ങൾ കഴിഞ്ഞൊരു 10-18 വർഷമായി ഇതിനെതിരെ തുടർച്ചയായിട്ട് ഈ ഡ്രഗ്സിനെതിരെ പോരാടുന്ന ആളുകളാണ്. എന്റെ ദിനിൽ ദിനേശ് എന്നാണ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി. കഴിഞ്ഞ ഒരു 8 വർഷക്കാലം നോക്കുകയാണെങ്കിൽ വളരെ അധികം വലിയ രീതിയിൽ ലഹരിയുടെ വ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. വളരെ കൂടി. കാരണം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നേരത്തെ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ, ഇത് വിതരണം ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നു, ആരൊക്കെ ഇവരിലേക്ക് എത്തിക്കുന്നു, ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറിയിരിക്കുക. ഇന്ന് സാധാരണ പോലെ ഇപ്പോ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ
ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ക്യാമ്പസിൽ നിങ്ങൾ യുവജന സംഘടനകൾ അതിശക്തമായിട്ട് ഇറങ്ങിയാൽ ഒമാര് കെട്ടുകെട്ടും. തീർച്ചയായിട്ടും. ഇപ്പോ നിങ്ങൾ ഇനാക്റ്റീവായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോ ഗവൺമെന്റ് നേതൃത്വത്തിലൊക്കെ നടക്കുന്നത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇപ്പോ ജില്ലാ അടിസ്ഥാനത്തിൽ, താലൂക്ക് അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കോർഡിനേഷൻ കമ്മിറ്റികളുണ്ട്. ഇത് വാർഡ് അടിസ്ഥാനത്തിൽ, ഡിവിഷൻ അടിസ്ഥാനത്തിലേക്ക് വരണം. അത് മാസം തോറും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ വിലയിരുത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് വിലയിരുത്തുകയും കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ SK നടത്തിയിട്ടുള്ള വലിയൊരു സമൂഹത്തിന് വലിയൊരു മെസ്സേജാണ്. ഇത് എല്ലാവരും ഇറങ്ങേണ്ട സമയമായി എന്നുള്ള വലിയൊരു അത് കഴിഞ്ഞു. അതെ, ഇപ്പോ അതെ ഇപ്പോ എല്ലാവരും അരയും തലയും മുറുക്കി ഇറങ്ങേണ്ട സമയമായ വലിയൊരു മെസ്സേജാണ് കൊടുക്കുക. രാത്രി വീട്ടിൽ വന്ന് കയറും അമ്മമാർക്ക് പേടിയായി തുടങ്ങി. അടുത്ത മുറി കിടക്കുന്നതിന് എപ്പോഴാണ് കത്തിയായിട്ട് ഇറങ്ങുന്നത്? തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായി തന്നെ ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. ഞങ്ങൾ ഉണ്ട്. നിങ്ങൾ മാത്രം എല്ലാ യുവജന സംഘടനകളും ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഭയക്കും. അതെ ഞങ്ങൾ രാഷ്ട്രീയമില്ലാതെ തന്നെ യുവജന സംഘടനകൾ ഞങ്ങൾ കാരണം എല്ലാ കൊല്ലം ഒരുമിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഇറങ്ങുന്നതാണ്. ഓക്കെ, താങ്കളെ പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? എവിടെ? ഗോപു പരമേശ്വരൻ. ഗോപു പരമേശ്വരൻ. ഓക്കെ, റെഡി.